ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എന്തായിരുന്നു +2 ഹിസ്റ്ററിക്കാരുടെ പബ്ലിക് എക്സാം ആയിരുന്നു 2026. അപ്പോൾ നമുക്കതിൻ്റെ ആൻസേഴ്സ് ഒന്ന് നോക്കി നോക്കാം. എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ എക്സാം എന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക കേട്ടോ. സോ ആദ്യമേ തന്നെ മാച്ച് ദ ഫോളോവിങ് ആണ്. നമ്മുടെ തിണകൾ റിലേറ്റ് ചെയ്തിട്ട് അല്ലേ, തിണകളുടെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അത് ഈസി ആയിട്ട് തന്നെയാണ് ചോദിച്ചത്. ഇതിൽ ആൻസർ ഞാൻ പറഞ്ഞുതരാം. കുറിഞ്ചി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഹില്ലി ഫോറസ്റ്റ് റീജിയനാണ് കുറിഞ്ചി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അതുപോലെ പാലൈ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് പ്രത്യേകത? ഡ്രൈ ലാൻഡ് ആണ് പാലൈ. മരുതം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറ്റ് പ്ലെയിൻസ് ആണ് മരുതം എന്ന് പറയുന്നത്. നെയ്തലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോസ്റ്റൽ സോൺ ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതെല്ലാവരും എഴുതിയിട്ടുണ്ടെന്ന് തന്നെ ഞാൻ വിചാരിക്കുകയാണ് കേട്ടോ. അത് ഈസി അല്ലായിരുന്നു. പിന്നെ നമ്മുടെ വൺ വേർഡിൽ വരുമ്പോൾ നമുക്ക് ചോയ്സ് ഇല്ലാണ്ടാണ് ഇപ്രാവശ്യം ചോദിച്ചത്. അത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. സോ രണ്ടാമത്തെ ചോദ്യത്തിന് ആൻസർ ഞാൻ പറഞ്ഞുതരാം. അതായത് ഏത് പേഴ്സൺ ആണ് ഗരീബ് നവാസ് എന്നറിയപ്പെടുന്നത്? ഓക്കെ, മലയാളത്തിലുള്ളവരൊന്ന് ശ്രദ്ധിക്കുക. ഇതിൽ മലയാളം മീഡിയത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എനിക്ക് കിട്ടിയില്ല. സോ ഇതിൻ്റെ കൂടൊപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഒന്ന് നോക്കി നോക്കുക കേട്ടോ. സോ ഗരീബ് നവാസ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അപ്പോൾ മലയാളം കാര്യം ഒന്ന് ശ്രദ്ധിച്ചോളേ. ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഖ്വാജ മൊയിനുദ്ദീൻ. ഓക്കെ, ഖ്വാജ മൊയിനുദ്ദീൻ ആണ് ഗരീബ് നവാസ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ ചോദ്യം വരുന്നത് പത്മാവത് അല്ലേ, ഒരു ബുക്കാണ്. അപ്പോൾ ആ പത്മാവത് ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? ഓക്കെ, ഏതാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം, പ്രേം ആഖ്യാൻ. ഓക്കെ, അത് നിങ്ങൾ പത്മാവത് എന്താണ് സിനിമയൊക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും. അതിൽ ലവ് സ്റ്റോറി അല്ലേ പറയുന്നത്. അപ്പോൾ പ്രേം ആഖ്യാനാണ് പത്മാവത് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നാലാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് റിലേറ്റഡ് ടു ദ വീരശൈവ ട്രഡീഷൻ? ഇതിൽ വീരശൈവ ട്രഡീഷനുമായി ബന്ധപ്പെട്ട് വരുന്നത്, വീരശൈവ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് വരുന്ന എന്താണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരുന്നത്, വജൻസ്. ഓക്കെ, വജൻസ് ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇനി അഞ്ചാമത്തെ ചോദ്യം, ബൈ വാട്ട് നെയിം വേർ കബീർസ് അപ്സൈഡ് ഡൗൺ പോയംസ് നോൺ? ഓക്കെ, കബീറിൻ്റെ അപ്സൈഡ് ഡൗൺ പോയംസ് അറിയപ്പെടുന്ന പേരെന്താണ്? അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ഉലദ് ബൻസി. ഓക്കെ, ഉലദ് ബൻസി ആണ്. കബീറിൻ്റെ ഇന്നലെ ഇട്ട വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, കബീറിൽ നിന്നൊക്കെ നമുക്ക് വൺ വേർഡ്സ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഉലദ് ബൻസി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ദെൻ അടുത്ത് ക്രൊണോളജിക്കൽ ഓർഡർ വരുമ്പോൾ അതിൻ്റെ ഒരു കറക്റ്റ് ഓർഡർ ആൻസർ ഞാൻ പറഞ്ഞുതരാം. ആദ്യം വരുന്നത് കുണ്ടറ പ്രൊക്ലമേഷനാണ്. അടുത്ത് കുറിച്യ റിവോൾട്ടാണ് വരിക. ആൻഡ് മൂന്നാമത് ഷാനാർ അജിറ്റേഷനാണ് വരുന്നത്. നാലാമത് മലയാളി മെമ്മോറിയലാണ് വരിക. ഓക്കെ, ക്ലിയർ ആണല്ലോ. മാപ്പിൻ്റെ ആൻസേഴ്സ്, മാപ്പ് കണ്ടായിരുന്നല്ലോ, സാഞ്ചി, അമരാവതി, സാരനാഥ്, ബോധ്ഗയൊക്കെയാണ് നമുക്ക് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ എൻ്റെ ആൻസേഴ്സ് ഒന്ന് കാണിച്ചു തരാവേ. ഇതാണ് കേട്ടോ ആൻസർ വരുന്നത്. സാരനാഥ് ഉണ്ട്, ബോധ്ഗയ ഉണ്ട്, സാഞ്ചി ഉണ്ട്, അമരാവതി ഉണ്ട്. ക്ലിയർ ആണല്ലോ. ഇതൊക്കെ ഞാൻ എന്താക്കിയിരുന്നു, ഈ 4 പ്ലേസസ് നമ്മൾ മാപ്പിൻ്റെ ക്വസ്റ്റ്യൻസിനകത്ത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് കണ്ട് പഠിച്ചിട്ടുള്ളവർക്കാണെങ്കിൽ ഉറപ്പായിട്ട് ഈ 4 മാർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. കാരണം ഈ 4 പ്ലേസ് ഞാൻ അതിൽ ഡിസ്കസ് ചെയ്തതായിരുന്നു. ഓക്കെ, അപ്പോൾ ബാക്കി ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് നമ്മൾ ഇന്നലെ പറഞ്ഞ ക്വസ്റ്റ്യൻസിൽ നിന്നും ഒക്കെ ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻസ്. അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഒരു സന്തോഷം തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു എന്നുള്ളത് പറയുക. സോ എന്താണ് എസ് നമ്മൾ നോക്കുമ്പോഴും ഹാരപ്പൻ സിവിലൈസേഷൻ, 857 റിവോൾട്ട്, മഹാത്മാഗാന്ധിയുടെ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയാണ് നമുക്ക് ചോദിച്ചത്. ഇത് ഇന്നലെ ചെയ്ത വീഡിയോയിൽ ഞാൻ അവസാനം എടുത്തെടുത്ത് പറയുന്നുണ്ടായിരുന്നു, ഇത് 3 നിങ്ങൾ പഠിച്ചിട്ട് പോകണം എന്നുള്ളൊരു കാര്യം. ഓക്കെ, എനിവേ എന്താണ്, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? ഇപ്പം ഇന്നലെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളായിക്കോട്ടെ എല്ലാം ഞാൻ എങ്ങനെയാണ് പറഞ്ഞത്? ഒന്ന്, ഞാൻ ഞാൻ കഴിഞ്ഞ വർഷമാണ് +2 കഴിയുന്നത്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് എനിക്കറിയാം ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ്, ഏതൊക്കെയാണ് അങ്ങനെയുള്ള ഒരു ഐഡിയ എനിക്കുണ്ട്. അത് മാത്രമല്ല, പ്ലസ് അതോടൊപ്പം തന്നെ PYQs വെച്ചിട്ട് കൂടിയാണ് ഞാൻ ആ വീഡിയോസൊക്കെ ചെയ്തത് അല്ലേ. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇനിയുള്ള എക്സാമിനും എന്താക്കുക, നിങ്ങൾ PYQs എടുത്ത് നോക്കി അത് ഓറിയൻറ്റഡ് ആയിട്ട് കൂടി നിങ്ങളൊന്ന് പഠിക്കുക. അപ്പോൾ അതിനകത്ത് നിന്നൊക്കെ നമുക്ക് ഒരുപാട് അഡ്വാൻറ്റേജസ് കിട്ടും. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം കൂടി നിങ്ങൾ ഈ ഒരു എക്സാമിൽ നിന്ന് മനസ്സിലാക്കി എടുക്കാനായിട്ട് നോക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങളുടെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. എനിക്ക് തോന്നുന്നു അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാണ്. ഈ വൺ വേർഡിൻ്റെ കാര്യം മാത്രമാണ് ചോയ്സ് ഇല്ല എന്നുള്ളൊരു സങ്കടം ഉണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ അത്യാവശ്യം പ്രശ്നമില്ലാത്ത ക്വസ്റ്റ്യൻസ് തന്നെയാണ് വന്നിട്ടുള്ളത്. റിപ്പീറ്റഡായിട്ടൊക്കെ ചോദിക്കുന്നത് കുറേയൊക്കെ അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. സോ എന്തായാലും ഇനി നിങ്ങളുടെ അഭിപ്രായമാണ് എനിക്കറിയേണ്ടത്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഈസി ആയിരുന്നോ, ടഫാണ്, മോഡറേറ്റ് ആണ്, ഇപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണമെന്നില്ലല്ലോ. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ അറിയിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി നമ്മുടെ അടുത്ത എക്സാമിനൊക്കെ വേണ്ടിയിട്ടുള്ള വീഡിയോസ് വരുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാവുന്നതാണ്. ഓക്കേടാ, താങ്ക് യു.